ഗബ്രിയുടെ എവിക്ഷനോടെ ബിഗ് ബോസ് ഹൗസിന് തീ പിടിച്ചു തുടങ്ങി. ഇതുവരെ ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറയാനായും ചോദിക്കാനായും സൂക്ഷിച്ചിരുന്നതെല്ലാം ജിൻഡോയും റസ്മിനും അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പുറത്തെടുത്തിട്ട് തുടങ്ങി. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ കോംബോയായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ. ലവ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നതൊന്നും വ്യക്തമാക്കാതെയായിരുന്നു ഇരുവരും കോംബോ ഗെയിം കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണോ ഇരുവർക്കും നേരെ വലിയ രീതിയിൽ ഹേറ്റേഴ്സും ഉണ്ടായത്. ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ ടോപ്പ് 5-ൽ ഗബ്രിയും ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ജാസ്മിനുമായുള്ള സൗഹൃദം തന്നെയാണ് ഗബ്രിക്ക് വിനയായതും. ഗബ്രിയുടെ പുറത്താകലിന് ശേഷം ജാസ്മിൻ വീട്ടിൽ ഒറ്റപ്പെട്ട് നടക്കാനും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഗബ്രി ധരിക്കാറുണ്ടായിരുന്ന വസ്ത്രമാണ് ജാസ്മിൻ ഹൗസിൽ ധരിച്ച് നടക്കുന്നത്. കൂടാതെ ഗബ്രിയുടെ ഫോട്ടോ നോക്കി പരിഭവം പറയാനും കഥ പറയാനും കരയാനുമെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഹൗസിൽ ചെയ്തതെല്ലാം ഗബ്രിയുമായി പ്രീ പ്ലാൻഡായി ചെയ്തതല്ലേ എന്ന് റസ്മിൻ ചോദിച്ചതോടെ മറുപടിയില്ലാത്ത അവസ്ഥയിലാണ് ജാസ്മിൻ ഉണ്ടായത്. ഗബ്രിയുടെ ഫോട്ടോ നോക്കി പരിഭവം പറയുന്ന ജാസ്മിനെ കണ്ട് അഭിനയ സിംഹം എന്നാണ് അഭിഷേക് ശ്രീകുമാർ വിശേഷിപ്പിച്ചത്. ഗബ്രിയുടെ പേരിൽ സെന്റിമെന്റേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ ജാസ്മിൻ ശ്രമിക്കുന്നതായുള്ള സംശയം ഋഷിക്കും അൻസിബയ്ക്കും നോറയ്ക്കുമുണ്ട്. അവർ ഇത് പരസ്പരം സംസാരിക്കുകയും ചെയ്തു. ഗബ്രി താമസിച്ചിരുന്ന നെസ്റ്റ് റൂമിലേക്ക് തന്നെ ഇടണമെന്ന് ജാസ്മിൻ ആവശ്യപ്പെട്ടതോടെയാണ് ഋഷിക്കും സംശയം തുടങ്ങിയത്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് ജിൻഡോ ജാസ്മിൻ തർക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്തായാലും അഭിനയ സിംഹം തന്നെയാണ് ജാസ്മിൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഗബ്രി പുറത്തിരുന്നതൊക്കെ കാണും എന്നുള്ള ചിന്തയിലാകും ഗബ്രിയും ജാസ്മിനും കൂടി ഇരിക്കാറുള്ള സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് പോയിരുന്ന് ഗബ്രിയോട് സംസാരിക്കുന്നത്. ഗബ്രി ഇത് കണ്ടങ്ങ് സെൻറ്റിമെൻറ്റ്സ് ആയി ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുമായിരിക്കും. എന്തായാലും പുറത്തിറങ്ങിയ ഗബ്രി ഏറെക്കുറെയൊക്കെ ജാസ്മിനെ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കാണാം. സീസൺ 6-ലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് പറയുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.